രാകേഷ് അതെല്ലാം സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ പോലെയുള്ള ചില മാധ്യമങ്ങൾക്ക് ക്ഷീരമുള്ള അകിടിൻ ചുമട്ടിലും ചോര തന്നെ കൗതുകം എന്ന് പറഞ്ഞതുപോലെ ചില മാധ്യമ പ്രവർത്തകന്മാർ ഇത് സുരക്ഷാ വീഴ്ചയുടെ ഭാഗമായിട്ടാണ് സംഭവിച്ചത് എന്ന് കുറ്റപ്പെടുത്താൻ തയ്യാറാവുകയാണ്. അപ്പോൾ അവർക്ക് ഒരു ഇടതുപക്ഷ വിരുദ്ധ അജണ്ടയാണ്. ജനാധിപത്യ വ്യവസ്ഥയിൽ മന്ത്രിമാർ പരിപാടികൾ പങ്കെടുക്കും. അങ്ങനെ പരിപാടികൾ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടാണ് പ്രതിഷേധമുണ്ടാകും. പ്രതിപക്ഷത്ത് ഞങ്ങളൊക്കെ ഇരുന്നപ്പോൾ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് പ്രതിഷേധത്തിൻ്റെ ഭാഗമായി കാണാൻ കഴിയില്ലല്ലോ. ബി ജെ പിക്കാർ ഒരു ഭാഗത്ത് പ്രതിഷേധം നടത്തുക, അവരെ പോലീസ് തടയുന്ന അവസരത്തിൽ മന്ത്രി വീണ ജോർജിനെ നേരിട്ട് കയ്യേറ്റം നടത്താനുള്ള ശ്രമമാണ് KSU യൂത്ത് കോൺഗ്രസ്സുകാർ നടത്തിയത്. അത് തനി റൗഡിസമല്ലേ? ജനാധിപത്യ വ്യവസ്ഥയിൽ ഇത്തരം രീതി അനുവദിക്കാമോ? ഇതാണ് നിങ്ങളെപ്പോലെയുള്ള മാധ്യമ പ്രവർത്തകന്മാർ ചിന്തിക്കണം. അപ്പോൾ മന്ത്രി വീണ ജോർജ് ഇപ്പോൾ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലാണ്. കഴുത്തിന് മാരകമായ പരിക്കേറ്റതിനെ തുടർന്ന് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലുള്ള ആ മന്ത്രി വീണ ജോർജിനോട് കുറച്ച് പരിഗണനകൾ കാണിക്കണം മാധ്യമ പ്രവർത്തകന്മാർ. അപ്പോൾ ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു മന്ത്രിക്ക് പോലും നടന്നു പോകാൻ പറ്റില്ല. ഇതാണല്ലോ KSUക്കാർ ഉണ്ടാക്കിയിട്ടുള്ളൊരു സംസ്കാരം. അത് വെറുതെ ഉണ്ടായതല്ല. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് നേതാവായിട്ടുള്ള VD സതീശൻ നേരത്തെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്, മന്ത്രിക്കെതിരായിട്ടുള്ള ഏത് തരത്തിലുള്ള പ്രതിഷേധവും അനുവദനീയമാണ് എന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഔദ്യോഗിക വസതിയിൽ പോയി റീത്ത് വെക്കുന്നു. ഇപ്പോൾ ഇവിടെ അന്താരാഷ്ട്രമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ആയുർവേദ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിലാണല്ലോ വന്നിട്ട് തിരിച്ചു വരുന്ന അവസരത്തിലാണ് ഇത്തരമൊരു ഹീനമായിട്ടുള്ള ആക്രമണം നടന്നത്. ആ മന്ത്രി കമ്മീഷൻ മതി